ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 257 തുടങ്ങി 259 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് താഗൂത്തിനെ അവിശ്വസിക്കുകയും അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളെ കുറിച്ചിട്ടാണ് അല്ലേ. അത് താഗൂത്ത് എന്ന് വെച്ചാൽ എന്താണ്? അള്ളാഹു അല്ലാണ്ട് ആരാധിക്കുന്ന ബാക്കി എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതിൽ പെടും, താഗൂത്തിൽ പെടും. ത്വകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം അതിരുവിട്ടു അല്ലെങ്കിൽ ധിക്കരിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ അനുസരണക്കേടിൽ അതിരുവിട്ടവർ. ഇതിപ്പോൾ ത്വാഗൂത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേതാക്കളാവാം, ആഭിചാരം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പ്രശ്നം വെക്കുന്ന ആളുകൾ, പിശാചുക്കൾ, വിഗ്രഹങ്ങൾ, അങ്ങനെ അള്ളാഹു മനുഷ്യ ദൈവങ്ങളൊക്കെ അള്ളാഹു അല്ലാണ്ട് എന്തിനൊക്കെ ആരാധിക്കപ്പെടുന്നോ അതെല്ലാമാണ് ത്വാഗൂത്ത്. അപ്പോൾ അതിനെയൊക്കെ അവിശ്വസിക്കുക, അതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാൾ മുറുകെ പിടിച്ചിരിക്കുന്നത് ഏറ്റവും ബലവത്തായ കയറാണ്, അതൊരിക്കലും മുറിഞ്ഞു പോവുകയില്ല എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് അടുത്തൊരായത്തും വരണത്. നമുക്ക് നോക്കാട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ബന്ധുവാണ്. വലിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബന്ധു അല്ലെങ്കിൽ ഉറ്റമിത്രം, സഹായി, രക്ഷാകർത്താവ് എന്നൊക്കെയാണ് അർത്ഥം. ആരുടെയാണ്? അള്ളാഹു ആരുടെ മിത്രാണ് അല്ലെങ്കിൽ ആരുടെ രക്ഷാധികാരിയാണ്? വിശ്വസിച്ച ആളുകളെ, അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ അവരെ അള്ളാഹു എന്താ ചെയ്യണത്? യുഖ്രിജുഹും, അവരെ പുറത്തു കൊണ്ടുവരുന്നു. മിനൽ ളുലുമാത്, ളുലുമാത് എന്ന് വെച്ചാൽ അന്ധകാരങ്ങൾ. അപ്പോൾ ഇരുട്ടിൽ നിന്നും അവരെ വെളിച്ചത്തിലേക്ക്, ഇലന്നൂർ, പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യണം അള്ളാഹു. അപ്പോൾ അള്ളാഹു സത്യവിശ്വാസികളുടെ ബന്ധുവാണ്, അവരെ ഈ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി താഗൂത്ത് എന്താണ് ചെയ്യണമെന്നാണ് അടുത്ത പോർഷൻ പറയണത്. വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് ത്വാഗൂതു യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ അവിശ്വസിച്ചവരുടെ ബന്ധു ആരാണ്? താഗൂത്താണ്. ഈ താഗൂത്ത് എന്താണ് ചെയ്യണത്? ഇവരെ യുഖ്രിജൂനഹും, അവരെ പുറത്തു കൊണ്ടുവരുന്നു, മിനന്നൂരി, പ്രകാശത്തിൽ നിന്നും, നേരായ മാർഗത്തിൽ നിന്നും അവരെ ഇലൽ ളുലുമാത്, അന്ധകാരത്തിലേക്ക്, പ്രകാശത്തിൽ നിന്നും ഇരുട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ താഗൂത്ത് ചെയ്യണത്. ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. അവരെന്താണ്? നരകത്തിൻ്റെ ആളുകളാണ്, അവരതിൽ നിത്യവാസികളാണ്. ഖാലിദു എന്ന് വെച്ചാൽ അവർ നരകത്തിൽ തന്നെയാണ്, അതിൽ നിന്ന് അവർക്കൊരു മോചനമില്ല. ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്. അപ്പം അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സത്യവിശ്വാസികളുടെ ബന്ധു ആരാണ്? അള്ളാഹു ആണ്. അള്ളാഹു ഇവരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അതേ സ്ഥാനം നേരെ അവിശ്വാസികളെയോ താഗൂത്തിനെ വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാർക്ക് എന്താണ്? അവരുടെ ബന്ധു താഗൂത്താണ്. അപ്പോൾ താഗൂത്ത് എന്താ ചെയ്യണത്? നേരായ മാർഗത്തിൽ നിന്നും, വെളിച്ചത്തിൽ നിന്നും ഇവരെ ഇരുട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് അവർ നരകത്തിൻ്റെ ആളുകളാണ്, അവരതിൽ നിത്യവാസികളാണ്. ഇത്രയേ ഉള്ളൂ ആ ഒരു ആയത്തിൽ പറയണം. പിന്നെ അടുത്തൊരായത്ത് പറയണത് ഇതിൻ്റെ ഒരു ഉദാഹരണം അള്ളാഹു പറഞ്ഞുതരാണ്. മുമ്പ് നടന്നൊരു സംഭവം പറഞ്ഞു തരാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും നമ്രൂദ് എന്ന് പറഞ്ഞ രാജാവും തമ്മിലുള്ളൊരു സംഭാഷണമാണ് അടുത്ത ആയത്തിൽ പറയണത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെറുപ്പത്തിലേ തൊട്ട് തന്നെ ഈ വിഗ്രഹാരാധനയ്ക്ക് എതിരെ ശബ്ദമുയർത്തിയ ആളാണ് അല്ലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പിതാവാണ് ആസർ. ആസർ ഈ നമ്രൂദിൻ്റെ കൊട്ടാരത്തിലെ ഒരു പ്രധാനിയാണ്. ഈ ആസറിന് ബിംബങ്ങളെ ഉണ്ടാക്കി വിൽക്കണ ജോലിയാണ് ഉണ്ടായിരുന്നതെന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവണത്. അപ്പോൾ ഈ ചെറുപ്പത്തിലേ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിതാവിനോട് ചോദിക്കുമ്പോൾ, പിതാവ് ഇത് നമ്മളോട് മിണ്ടാത്ത, നമ്മളോട് യാതൊന്നും സംസാരിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ പറയണമൊന്നും കേൾക്കാത്ത, നമുക്കൊരു ഉപകാരം ചെയ്യാത്ത ഈ വിഗ്രഹങ്ങൾ എന്തിനാണ് ആരാധിക്കണേ എന്നൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അങ്ങനെ സൂറത്തുൽ മറിയത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, താങ്കൾക്കറിയാത്ത കാര്യം എനിക്കറിയാം, എനിക്ക് വഹി കിട്ടുന്നുണ്ട്, താങ്കൾ ഇതിനെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആസർ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയാണ്.
ഞാൻ നിന്നെ എറിഞ്ഞു കൊല്ലും എന്നാണ് പറഞ്ഞത്, എറിഞ്ഞു ഓടിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രബോധനം തുടരാണ്. ആളുകളുടെ ഇടയിൽ പറയും, വിഗ്രഹങ്ങളെ കുറിച്ചിട്ടും ദൈവത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവരുടെ അമ്പലത്തിൽ ചെന്നിട്ട് അവരുടെ ഒരു ഉത്സവത്തിൻ്റെ ദിവസം ആരും ഇല്ലാത്തൊരു ടൈമിൽ അമ്പലത്തിൽ കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെയൊക്കെ, ചെറിയ ചെറിയ വിഗ്രഹങ്ങളെയൊക്കെ തച്ചുടച്ചിട്ട് ഒരു വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ ഈ മഴു കെട്ടിത്തൂക്കിയിട്ട് ആൾ പോയി. അങ്ങനെ ഈ ആളുകളെല്ലാം വന്ന് നോക്കുമ്പോൾ എന്താണ്, തങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെ അതേ ഉടഞ്ഞു കിടക്കണു. അപ്പോൾ ഇവർ തമ്മിൽ സംസാരമായി. അപ്പോൾ ഒരാൾ ഇതിൻ്റെ ഇടയിൽ പറയും, ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാളിങ്ങനെ എന്താണ് ദൈവത്തിനെ കുറിച്ചിട്ടും ഈ വിഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അയാളായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും, ഞാനല്ല ചെയ്തത്, ഇതേ കഴുത്തിൽ മഴവും തൂക്കിയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, വലിയ വിഗ്രഹം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാളോട് ചോദിച്ചു നോക്കുമെന്ന് പറയും. അപ്പോൾ ഈ ജനങ്ങൾ ചോദിക്കും, നീ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ, ഈ വിഗ്രഹങ്ങൾ സംസാരിക്കില്ല എന്ന് എനിക്കറിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ തിരിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കണാണോ, അങ്ങനെയാണോ ഈ ഒന്നും സംസാരിക്കാത്ത, സ്വന്തം രക്ഷിക്കാൻ പോലും കഴിയാത്ത ഈ ദൈവങ്ങളെയാണോ നിങ്ങൾ വിളിച്ച് ആരാധിക്കണേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യം കേൾക്കുമ്പോൾ കുറച്ച് പേർക്കൊക്കെ അതിൽ നിന്നും തോന്നുകയാണ്, ആ ശരിയാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് ഈ പ്രമുഖന്മാരൊക്കെ പറയും, ഇവനെ കൽത്തുറങ്കിലടയ്ക്കൂ, നിങ്ങളുടെ എന്താണ് വിഗ്രഹങ്ങളെയൊക്കെ രക്ഷിക്കൂ, നിങ്ങളുടെ ദൈവങ്ങളെ രക്ഷിക്കൂ എന്ന് പറയാണ്. അങ്ങനെ ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പിടിച്ച് രാജസന്നിധിയിൽ എത്തിക്കുകയാണ്, നമ്രൂദിൻ്റെ കൊട്ടാരത്തിലെത്തി. അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള സംഭാഷണമാണ് ഈ പറയണത്. അങ്ങനെയാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം നോക്കാം. അലം തറ, നീ കണ്ടില്ലേ എന്ന് വെച്ചാൽ നീ അറിഞ്ഞില്ലേ, കേട്ടിട്ടില്ലേ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഇലല്ലദി ഹാജ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ന്യായവാദം ചെയ്യുന്നവനെ. ഹാജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യായവാദം ചെയ്യുക. ഹജ്ജ എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം ഉദ്ദേശിച്ചു എന്നാണ്. ഹുജ്ജത്ത് എന്ന് വെച്ചാൽ തെളിവ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പം ഹാജ എന്ന് വെച്ചാൽ തെളിവുകളൊക്കെ വെച്ചിട്ട് പരസ്പരം തർക്കിക്കുക. തർക്കിക്കുന്ന ആളെ നീ കണ്ടില്ലേ എന്നാണ് ചോദിക്കണം. ഫി റബ്ബിഹി, എന്തിൻ്റെ കാര്യത്തിലാണ് ഇവർ തർക്കിക്കണേ? തങ്ങളുടെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ, റബ്ബിൻ്റെ വിഷയത്തിലാണ് ഇവർ തർക്കം നടത്തണത്. അൻ ആതാഹുല്ലാഹുൽ മുൽക്ക് എന്നുവെച്ചാൽ എന്താണ്, അള്ളാഹു അയാൾക്ക്, ഈ തർക്കിക്കണ ആൾക്ക് രാജ്യത്വം, മുൽക്ക് നൽകിയതുകൊണ്ട്, അയാൾക്ക് അധികാരം നൽകിയതുകൊണ്ടാണ് അയാൾ തർക്കിക്കണം അല്ലേ. രാജാവാണ്, നമ്രൂദ് എന്ന് പറഞ്ഞ രാജാവാണ്. അപ്പോൾ അയാൾക്ക് അള്ളാഹു നൽകിയ രാജ്യത്വം കൊണ്ടാണ്, അതിൻ്റെ ബലത്തിലാണ് അയാൾ തർക്കിക്കണത്. ഇത് ഖാല ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം, റബ്ബി അല്ലദീ യുഹീ വയുമീത്. അതായത് ഈ തർക്കിക്കാന്ന് വെച്ചാൽ എന്താണ്, ഈ നമ്രൂദ് ചോദിക്കുകയാണ്, ആരാണ് നിന്റെ രക്ഷിതാവ് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചപ്പോൾ തിരിച്ചു കൊടുത്ത മറുപടിയാണ് ഇവിടെ പറയണത്. ഇത് ഖാല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ സന്ദർഭം, റബ്ബി അല്ലദീ, എൻ്റെ രക്ഷിതാവ് യാതൊരുവനാണ്, യുഹീ ജീവിപ്പിക്കുന്നവനാണ്, വയുമീത് മരണപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്രൂദ് എന്താ ചെയ്തു, നിന്റെ രക്ഷിതാവ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യണോ, അതെനിക്കും ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് ജയിലിലുള്ള 2 പേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരാളെ കൊല്ലുകയും ഒരാളുടെ തലവെട്ടി ഒരാളെ വെറുതെ വിടുകയും ചെയ്തു. എന്നിട്ട് പറയാണ്, കണ്ടില്ലേ, എനിക്കും പറ്റുമല്ലോ, ഇത് ജീവിപ്പിക്കലും മരിപ്പിക്കലും എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വേണമെങ്കിൽ അവിടെ ഒന്ന് പറയായിരുന്നു, എന്നായി മരിച്ചു കിടക്കുന്ന ആളൊന്നും കൂടി ജീവിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കായിരുന്നു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടെ അതൊന്നും ചോദിച്ചില്ല. അടുത്തൊരു ചോദ്യം ഉന്നയിക്കുകയാണ് ചെയ്തത്. ശരി, സമ്മതിച്ചു, ഒരാളെ കൊല്ലുകയും വെറുതെ വിടുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ രക്ഷിതാവാണ് കിഴക്കുന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നത്, നീയാണ് രക്ഷിതാവെങ്കിൽ എന്നാൽ ഇന്ന് നാളെ തുടങ്ങി പടിഞ്ഞാറുന്നൊന്ന് സൂര്യനെ ഉദിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്രൂദ് ആകെ എന്താണ്, ഉത്തരം കിട്ടാതെ ഉത്തരം മുട്ടിയൊരു സന്ദർഭമാണ്. അപ്പോൾ അതാണ് പറയണത്. ഇത് ഖാല ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം, റബ്ബി അല്ലദീ യുഹീ വയുമീത്, എൻ്റെ രക്ഷിതാവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് ഖാല, അവൻ പറയാണ്, അന ഉഹീ വ ഉമീത്, ഞാനും ജീവിപ്പിക്കുന്നവനാണ് മരിപ്പിക്കുന്നവനാണെന്ന് പറഞ്ഞു ഈ സംഭവത്തിന് ശേഷം. അപ്പോൾ തിരിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടുത്ത ചോദ്യം പറയുന്നത്, ഖാല ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഫ ഇന്നല്ലാഹ, എന്നാൽ നിശ്ചയമായും അള്ളാഹു യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ്, സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നത് എൻ്റെ രക്ഷിതാവാണ് എന്ന് പറഞ്ഞു. ഫഅതി ബിഹ, എന്നാൽ നീ അതിനെ കൊണ്ടുപോവാ, മിനൽ മഗ്രിബ്, എന്നാൽ നീ ഒന്ന് പടിഞ്ഞാർന്ന് കൊണ്ടുപോവാ. ഫബുഹിതല്ലദീ കഫർ, ഫബുഹിത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉത്തരം മുട്ടി, അല്ലദീ കഫർ, ആ വിശ്വസിച്ചവൻ, അതായത് നമ്രൂദിൻ്റെ ഉത്തരം മുട്ടി. അത്രയാണ് ഇതിൽ പറയണുള്ളൂ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ,
അള്ളാഹു ഒരിക്കലും അക്രമികളായ ജനങ്ങളെ നേർമാർഗത്തിലാക്കുകയില്ല എന്നാണ് പറയണത്. അപ്പോൾ ഈ ഉത്തരം മുട്ടിയതോടുകൂടി സംഭവം പിന്നെ പറയണത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിൽ എറിയാൻ പോവാണ്. അങ്ങനെ അള്ളാഹു ഈ തീയോട് എന്താ തണുപ്പാകാൻ പറയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഒരു പൊള്ളൽ പോലും ഏൽക്കാണ്ട് അത്ഭുതകരമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുകയാണ് സംഭവം. അപ്പോൾ അതൊന്നും ഇവിടെ പറയണില്ല. അപ്പോൾ ഇങ്ങനെ ഈ തർക്കം നടത്തിയ സംഭവം മാത്രമാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. അള്ളാഹു പറഞ്ഞു ഒരിക്കലും അക്രമികളായ ജനങ്ങളെ ഒരിക്കലും നേർമാർഗത്തിലാക്കി തരികയില്ല എന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം എന്താണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും പ്രകാശം ആസ്വദിച്ച് വിജയം പ്രാപിച്ചു. ഈ തർക്കിച്ച ഈ നമ്രൂദ് എന്ന് പറഞ്ഞ രാജാവ് ആ പ്രകാശം ആസ്വദിക്കാൻ കഴിയാതെ അവൻ അന്ധകാരത്തിൽ മുഴുകി പരാജയമടയുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മുമ്പ് പറഞ്ഞ ആയത്തിൻ്റെ ഒരു ഉദാഹരണമാണ് അള്ളാഹു പറഞ്ഞത്. ഇനി അടുത്തതും ഒരു സംഭവം തന്നെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്. അതൊരു സത്യവിശ്വാസിയായ ഒരാളെ കുറിച്ചിട്ടാണ്. ഒരു പ്രവാചകനാണെന്നാണ് കൂടുതൽ പണ്ഡിതന്മാരും പറയുന്നത്. സത്യവിശ്വാസിയും സത്യാന്വേഷിയുമായ ഒരാൾക്ക് അള്ളാഹു കൂടുതൽ പ്രകാശം നൽകി അനുഗ്രഹിച്ച ഒരു സംഭവം, അതാണ് അടുത്ത ആയത്തിൽ പറയണത്. നമുക്ക് നോക്കാം. ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഖാല അന്നാ യുഹ്യീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ. ഇത് പറയണം എന്താ വെച്ചാൽ, ഒരു സത്യാന്വേഷിയായ ഒരാൾ അദ്ദേഹം ഒരു രാജ്യത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ആ നടന്നു പോകുമ്പോൾ ആ രാജ്യം ആകെ തകർന്നടിഞ്ഞ് കിടക്കണം. അവിടുത്തെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തകർന്നടിഞ്ഞ്, അല്ലെങ്കിൽ കൃഷിയുടെ പന്തലുകളൊക്കെ ആകെ നശിച്ച് കിടക്കണ ഒരു രാജ്യത്തിൽ കൂടെ പോവാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്, എങ്ങനെയാണ് അള്ളാഹു ഇതിനെ ഇനി ഒന്ന് ജീവിപ്പിച്ചെടുക്കുക? ഇപ്പോൾ ആകെ നശിച്ചു പോയൊരു സാധനമാണ്. അപ്പം എങ്ങനെയാണ് ഈ നിർജീവമായതിനു ശേഷം ഇതിനെ അള്ളാഹു ജീവിപ്പിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കണത്. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു, അദ്ദേഹത്തിന് തന്നെ അനുഭവത്തിൽ കൂടെ അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആരാണ് ഈ സംഭവമെന്നോ ഏതാണ് ഈ രാജ്യമെന്നോ ഒന്നും ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അഭിപ്രായങ്ങൾ പലതാണ്. ഹെസക്കിയൽ പ്രവാചകനാണ്, അല്ലെങ്കിൽ ഹിരണ്യ പ്രവാചകനാണ് എന്നൊരു അഭിപ്രായമുണ്ട്. ഉസൈർ പ്രവാചകനാണെന്നാണ്. അതാണ് കൂടുതൽ ബലവത്തായ അഭിപ്രായം. കൂടുതൽ പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുള്ളത് ഉസൈർ പ്രവാചകനാണെന്നാണ് പറയണത്. അപ്പോൾ ഇത് രാജ്യം ഈ ജെറുസലേം ബൈത്തുൽ മുഖദ്ദസ് ആണ് സ്ഥലം എന്നുമാണ് ഭൂരിഭാഗ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. നമുക്കിവിടെ സ്ഥലം അറിയലോ അല്ലെങ്കിൽ ആരാണെന്നറിയലോ അല്ല പ്രാധാന്യം, അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠമാണ്. അതുകൊണ്ടാണ് അള്ളാഹു അത് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരാത്തത്. ഈ ബാബിലോണിയൻ രാജാവായിരുന്ന നെബൂഖദ് നെസർ എന്ന് പറഞ്ഞ രാജാവ് ബൈത്തുൽ മുഖദ്ദിസ് ആക്രമിച്ച് നശിപ്പിച്ചതിന് ശേഷം ഇസ്രായേലരെ കൂട്ടക്കൊല ചെയ്തു. കുറച്ച് ബാക്കിയുള്ളവരെ അടിമകളാക്കി ബാബിലോണിലോട്ട് പിടിച്ചു കൊണ്ടുപോയി. ആ ഒരു സമയത്ത് ഈ രാജ്യം വളരെ കാലം നിർജീവമായും ജനങ്ങളൊന്നുമില്ലാണ്ട് ശൂന്യമായും കിടന്ന ഒരവസരം ഉണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഈ സംഭവം പറയണമെന്നാണ് കൂടുതൽ അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഈ നിർജീവമായതിനെ അള്ളാഹു ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നിഷേധ രൂപത്തിലോ അള്ളാഹുവിലുള്ള വിശ്വാസമില്ലാണ്ട് സംശയ രൂപത്തിലോ ഒന്നും അല്ല. ആശ്ചര്യമാണ്, എങ്ങനെയായിരിക്കും അള്ളാഹു ഇതിനെ ജീവിപ്പിക്കുക എന്നുള്ള ആശ്ചര്യമാണ് അവിടെ പ്രകടിപ്പിച്ചത്. അപ്പോൾ അത് അള്ളാഹു അദ്ദേഹത്തിന് ഒരു അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അള്ളാഹു അദ്ദേഹത്തെ 100 വർഷം മരിപ്പിച്ച് കിടത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ എണീപ്പിച്ചു എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ആയത്തൊന്ന് നോക്കാം. ഔക്കല്ലതി അല്ലെങ്കിൽ യാതൊരുവിനെ പോലെ. അടുത്തൊരു ഉപമ അള്ളാഹു പറയണേ, ഉദാഹരണം പറഞ്ഞതാണ്. മറ എന്ന് വെച്ചാൽ നടന്നു എന്നാണ്. മറ അലാ ഖറിയത്തിൻ, ഒരു രാജ്യത്തിലൂടെ അദ്ദേഹം നടന്നുപോയി. വഹിയ ഖാവിയത്തുൻ, വഹിയ എന്ന് വെച്ചാൽ രാജ്യം, അത് ഖാവിയത്തുൻ, അത് വീണടിഞ്ഞ് കിടക്കുന്നതാണ്. അലാ ഉറൂഷിഹ, അതിൻ്റെ മേൽക്കൂരകളോടുകൂടെ, അതായത് അതിലുള്ള വീടുകളും തോട്ടങ്ങളും അവിടെ തോട്ടങ്ങൾ കിട്ടിയ പന്തലുകളും എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് യുഹീ ഹാദിഹില്ലാഹു, അള്ളാഹു ഇതിനെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത്, ബഅദ മൗതിഹ, ഇത് നിർജീവമായതിനു ശേഷം എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ അള്ളാഹു ഫഅമാതഹു, അങ്ങനെ അദ്ദേഹത്തെ അള്ളാഹു മരിപ്പിച്ചു. മിഅത ആമിൻ, 100 വർഷം. സുമ്മ, പിന്നീട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞിട്ട് അള്ളാഹു അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, എത്ര ദിവസം താമസിച്ചു, അല്ലെങ്കിൽ എത്ര നാൾ താമസിച്ചു ഇങ്ങനെ ഈ ഉറക്കത്തിൽ അല്ലെങ്കിൽ ഈ മരണത്തിൽ എത്ര നാൾ കഴിച്ചു കൂട്ടിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു മറുപടി പറയണതാണ്, ഒരു ദിവസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അല്പം ഭാഗം, ഒരു ദിവസത്തിന് അല്പം ഭാഗം എങ്ങാണ്ടാണ്. അപ്പോൾ നമ്മളും അതെ, കുറേ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലേ പകലൊക്കെ എത്ര ടൈം നമ്മൾ ഉറങ്ങി എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവില്ല. അപ്പോൾ ഈ ഗുഹാവാസികളുടെ കഥ പറയണ്ടല്ലേ,
സംഭവം പറഞ്ഞോടത്ത് എന്താണ് കഹഫിൽ പറയുന്നുണ്ട്, അവർ 309 വർഷം കിടന്നുറങ്ങിയിട്ട് എണീറ്റിട്ട് പരസ്പരം ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തോരം നേരം ഉറങ്ങിയെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞെന്താ, ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അല്പഭാഗം മാത്രമേ ഉള്ളൂ എന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇദ്ദേഹം പറയണത് എന്താണ്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അല്പം ഭാഗം മാത്രമേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ അതാണ് അടുത്ത ഭാഗം. അപ്പോൾ കാല കം ലബിസ്ത്, അങ്ങനെ അള്ളാഹു ചോദിച്ചു കം ലബിസ്ത്, നീ എത്ര താമസിച്ചു? കാല, അപ്പം അദ്ദേഹം മറുപടി പറഞ്ഞു ലബിസ്തു, ഞാൻ താമസിച്ചു യൗമൻ, ഒരു ദിവസം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ബഅദ ഒരു ദിവസത്തിൻ്റെ കുറച്ചു ഭാഗം, അല്പഭാഗം മാത്രം. കാല ബൽ ലബിസ്തു, അപ്പം അള്ളാഹു പറഞ്ഞു കൊടുക്കാണ്, അല്ല ലബിസ്ത നീ താമസിച്ചു 100 വർഷം നീ ഇങ്ങനെ താമസിച്ചു. എന്നിട്ട് അതിന് തെളിവായിട്ട് പറയാണ്, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ കഴുത ഉണ്ടായിരുന്നു, ഭക്ഷണ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭക്ഷണത്തിന് യാതൊരു വക മാറ്റവും സംഭവിച്ചിട്ടില്ല. ഈ 100 വർഷം കഴിഞ്ഞിട്ടും ഭക്ഷണം അതുപോലെ തന്നെയുണ്ട്. ആളുടെ രൂപത്തിൽ മാറ്റമൊന്നും വന്നിട്ടുണ്ടാവില്ല അല്ലേ. കൂടെ ഉണ്ടായിരുന്ന കഴുതേനെ, കെട്ടിയിട്ട കഴുതേനെ നോക്കുമ്പോൾ എന്താണ്, അത് ചത്ത് ജീർണിച്ച് എല്ലുകൾ മാത്രമായിട്ടാണ് കാണുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് തെളിവായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അള്ളാഹു ഈ കഴുതേനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ വീണ്ടും എല്ലുകളൊക്കെ യോജിപ്പിച്ച് മാംസമാക്കി സാധാരണ രൂപത്തിലാക്കുകയാണ്. അപ്പം അതാണ് പറയണത്. ഫൻലുർ, നീ നോക്കുക, ഇലാത്തോ ആമിക, നിന്റെ ഭക്ഷണത്തിലേക്ക് നീ നോക്കുക, വഷറാബിക, നിന്റെ പാനീയത്തിലേക്കും നോക്കുക, ലം യതസന്ന, അതിന് ഒരു കാലപ്പഴക്കവും ചെന്നിട്ടില്ല, അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പിന്നെ പറു വൻലൂർ, നീ നോക്കുക, ഇലാ ഹിമാരിക, നിന്റെ കഴുതയിലേക്ക് നീ ഒന്ന് നോക്കിയേ. കഴുതയിലേക്ക് നോക്കിയപ്പോൾ എന്താ, കഴുത ആകെ ജീർണിച്ചു പോയിരിക്കുകയാണ്. ഈ ഒരു സംഭവം അള്ളാഹു പറയാണ്, ഇത് ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാക്കുവാൻ വേണ്ടി കൂടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ ഈ സംഭവം കാണിച്ചു തരണേന്ന്. പിന്നെ പറഞ്ഞു വൻലൂർ ഇലാമി, നീ അതിൻ്റെ എല്ലുകളിലേക്കൊന്ന് നോക്കാൻ, കെയ്ഫനുൻ ഷിസുഹ, നാം അതിനെ എങ്ങനെ ഘടിപ്പിച്ചു എന്ന്. അതായത് ഈ കഴുതയ്ക്ക് അള്ളാഹു പിന്നെയും ജീവൻ നൽകുകയാണ്. അപ്പോൾ ഈ അതിൻ്റെ എല്ലുകളെ അള്ളാഹു എങ്ങനെ ഘടിപ്പിച്ചു എന്നും, സുമ്മനക്സൂഹ ലഹുമ, പിന്നെ അതിനെ എങ്ങനെ മാംസം ധരിപ്പിച്ചു എന്ന്. അത് ഈ എല്ലിൻ്റെ മുകളിൽ മാംസമൊക്കെ വന്ന് സാധാരണ പഴയ പോലെ ആക്കി കൊടുത്തു അദ്ദേഹം കാണലേ തന്നെ. അപ്പം അതാണ് അള്ളാഹു പറഞ്ഞത്. ഫലമ്മ തബയ്യന ലഹു, അപ്പം അദ്ദേഹത്തിന് വ്യക്തമായി. ഖാല, അദ്ദേഹം പറഞ്ഞു, ആലം, അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയുന്നു, അന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന് ഈ ഒരു സംഭവം കണ്ടതോടുകൂടി അദ്ദേഹത്തിന് കൂടുതൽ ഉറപ്പോടുകൂടി അദ്ദേഹം പറയുകയാണ് ചെയ്തത്. പിന്നെ ഇദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നുണ്ട്. അപ്പം എന്താണ്, ഇദ്ദേഹത്തിന് അറിയണ ആളുകളൊക്കെ അങ്ങേയറ്റം വാർദ്ധക്യം പിടിവിട്ട്, കാരണം ഇത്രയും വർഷം കഴിഞ്ഞില്ലേ, കുറച്ച് പേര് മാത്രമാണ് അന്ന് ജീവിച്ചിരിപ്പുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് ആർക്കും മനസ്സിലാവണില്ല. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരും സമ്മതിക്കണില്ല. അദ്ദേഹം എത്രയോ കാലം മുമ്പ് മരിച്ചു പോയി എന്നൊക്കെയാണ് ഇവർ പറയണത്, ജനങ്ങൾ പറയണത്. അപ്പോൾ താൻ ഉസൈറാണ് എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്, പക്ഷേ അവരാരും വിശ്വസിക്കണില്ല. ആ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു, തൗറാത്തിലെ ഒരക്ഷരം പോലും തെറ്റാണ്ട് മുഴുവനായിട്ടും പറഞ്ഞു കേൾപ്പിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അത് കാണാണ്ട് അറിയായിരുന്നു തൗറാത്ത്. അപ്പോൾ തൗറാത്ത് മനപ്പാടുള്ള ആളുകളൊന്നും അന്നില്ല. അപ്പോൾ അതോടുകൂടിയാണ് ഈ ഇസ്രായേലിൽ പറഞ്ഞു തുടങ്ങിയത് ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറഞ്ഞു തുടങ്ങിയത് ഈ ഒരു സംഭവത്തിന് ശേഷമാണെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം എന്താ, നമുക്ക് ഖുറാനിൽ വ്യക്തമായ തെളിവുകളൊന്നുമില്ല, ഇതൊക്കെയാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആകെ 3 ആയത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞത്, അള്ളാഹു സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാണ്, അല്ലെങ്കിൽ മിത്രാണ്. അള്ളാഹു എന്താ ചെയ്യണം, മനുഷ്യന്മാരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലോട്ടാണ് കൊണ്ടുപോകണത്. അള്ളാഹുവിനെ അല്ലാണ്ട് ആരാധിക്കുന്ന എല്ലാ സാധനങ്ങളെയും പറയണതാണ് താകൂത്ത്. അങ്ങനെ ആരെങ്കിലും താകൂത്തിനെ പിൻപറ്റിയാൽ എന്താണ്, താകൂത്തിനെ ബന്ധുവായി അല്ലെങ്കിൽ മിത്രമായി സ്വീകരിച്ചവരുടെ അവസ്ഥ എന്താ, അവർ നരകത്തിലാണ്. അവരെ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്കാണ് അവൻ കൊണ്ടുപോവുക, അവർ നരകത്തിൽ തന്നെയാണ്, അവരതിൽ നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു 2 ഉപമകൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാണ്. ആദ്യത്തേത് നമ്രൂദ് എന്ന് പറഞ്ഞ രാജാവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും തമ്മിലുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ചാണ് പറയണത്. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു, ഒരു നല്ലൊരു മനുഷ്യൻ, അത് ആരാണെന്ന് കൃത്യമായിട്ട് അറിയില്ല, പ്രവാചകനാണെന്നാണ് കൂടുതൽ പണ്ഡിതന്മാരും പറയണത്, ഉസൈർ പ്രവാചകനാണെന്നാണ് പറയണത്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് അള്ളാഹു മരിച്ചവരെ അല്ലെങ്കിൽ നിർജീവമായ ഒരു സംഭവത്തിനെ എങ്ങനെ ജീവിപ്പിക്കും എന്നുള്ള അത്ഭുതം, അദ്ദേഹത്തിൻ്റെ ആശ്ചര്യം അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹു അത് അനുഭവത്തിലൂടെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ ഒരു സംഭവമായിരുന്നു നമ്മൾ ലാസ്റ്റത്തെ ആയത്തിൽ പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പേജിൽ നമുക്ക് നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.